തൃശൂർ ആർച്ച് ബിഷപ്പിനെതിരായ പരാമർശത്തിൽ ഉറച്ച് CPIM സംസ്ഥാന സെക്രട്ടറി. അവസരവാദ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ അവസരവാദികൾ എന്ന് തന്നെ വിളിക്കുമെന്ന് MV ഗോവിന്ദൻ. തെറ്റായ നിലപാട് സ്വീകരിച്ച സഭയിലെ ഒരു വിഭാഗത്തെ മാത്രമാണ് വിമർശിച്ചതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് അവസരവാദം എന്ന് പറഞ്ഞത്. അത്രയും അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രയോഗത്തെ ഞാൻ എൻ്റെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധിച്ച് വിശദീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് എന്നെ അവസരവാദം എന്ന് പറയുകയും ചെയ്യുക, അവർ അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതിനെ പറയാനും പാടില്ല എന്നാണോ? പാടില്ല. ഫാദർ ഫിലിപ്പ് ഗവിയലിന്റെ ഗോവിന്ദച്ചാമി പരാമർശത്തിൽ ഓരോരുത്തരും അവരുടെ നിലവാരത്തിനനുസരിച്ചാണ് പ്രതികരിക്കുകയെന്നും MV ഗോവിന്ദന്റെ മറുപടി. അത് അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രയോഗത്തെ ഞാൻ എൻ്റെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധിച്ച് വിശദീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. തൃശൂരിലെ വോട്ട് ക്രമക്കേടിൽ BJP രാഷ്ട്രീയമായ ഉത്തരം പറയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മറ്റിടങ്ങളിൽ നിന്ന് തൃശൂരിലെത്തി വോട്ട് ചേർത്തത് തെറ്റായ നടപടിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ വീട്ടുകാർ, കുടുംബക്കാർ, RSകാർ, BJPക്കാർ അവരുൾപ്പെടെ നിരവധി വീടുകളിൽ ഈ വോട്ട് ചേർത്തിട്ടുണ്ടെന്നാണല്ലോ ഇപ്പം വന്ന വാർത്ത. ആ വാർത്ത ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയിട്ട് ആവശ്യമായ രീതിയിലുള്ള തിരുത്തൽ വരുത്തണം, ആവശ്യമായ പരിശോധന നടത്തുകയും വേണം. രാഷ്ട്രീയമായിട്ട് ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇവർ ബോധപൂർവം കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് RSകാരെ കൊണ്ടുപോയി അവിടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തെറ്റായ രീതിയാണല്ലോ. ആ തെറ്റായ രീതിക്ക് രാഷ്ട്രീയമായ ഉത്തരം പറയേണ്ടത് BJPക്കാരാണ്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ ചെയ്യുന്നു. അരുൺ, ക്രൈസ്തവ വോട്ടുകളിൽ BJPയുടെ ഗ്രിപ്പ് കുറയുന്നതിനിടെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലൊരു പോർമുഖം തുറക്കുന്നത്. വിവരങ്ങൾ. സുഹൈൽ, ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉൾപ്പെടെ സംസ്ഥാന സെക്രട്ടറി CPIM സംസ്ഥാന സെക്രട്ടറിക്ക് എതിരായി ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾ, പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെ CPIM സംസ്ഥാന സെക്രട്ടറിക്കെതിരായി വലിയ വിമർശനമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. അതിൽ നേരത്തെ ഈ ഛത്തീസ്ഗഡ് വിഷയത്തിലൊക്കെ ബിഷപ്പ് പാംബ്ലാനി ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ളത് അവസരവാദ നിലപാടാണ് എന്നത് ചൂണ്ടിക്കാണിച്ചുള്ള ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടിയായിരുന്നു തലശ്ശേരി അതിരൂപതയുടെ അത്തരം പരാമർശങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായത്. അതിൽ ശരിയായ നിലപാടല്ല ഈ ബിഷപ്പ് പാംബ്ലാനി ഉൾപ്പെടെ സ്വീകരിച്ചത്. ആ തെറ്റായ നിലപാടുകളെയാണ് ചൂണ്ടിക്കാണിച്ചത്. അവസരവാദ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ അവസരവാദികൾ അല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത് എന്നതാണ് ഇന്നും പറഞ്ഞത്. അതായത് ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന സഭയിലെ തന്നെയുള്ള ഒരു വിഭാഗത്തിനെതിരെ അതേ രീതിയിലുള്ള മറുപടികൾ തുടരാൻ തന്നെയാണ് തീരുമാനം എന്ന ഒരു ധ്വനിയാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായത്. പക്ഷേ അതിനൊപ്പം തന്നെ പറഞ്ഞു വെക്കുന്നത് ഇത് സഭയ്ക്കെതിരായി ആകെയുള്ള വിമർശനമല്ല, സഭാ നേതൃത്വത്തിനാകെ എതിരായുള്ള എന്തെങ്കിലും തരത്തിലുള്ള നീക്കം CPIMന്റെ ഭാഗത്തുനിന്നോ പ്രതികരണം CPIMന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അത്തരം വ്യാഖ്യാനങ്ങളോട് യോജിപ്പില്ല. അത് തെറ്റായ പ്രചാരണമാണ്. ആ പ്രചാരണം തള്ളിക്കളയുന്നു എന്നതാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. അതായത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നിലനിൽക്കെ അത്തരമൊരു പ്രചരണത്തിലേക്ക് പോയാൽ അത് ഗുണം ചെയ്യില്ല എന്ന് CPIMനകത്ത് തന്നെ ഒരു വിഭാഗം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം ഒരു കൂടുതൽ അത്തരം പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നതാണ് CPIM നേതൃത്വത്തിൻ്റെ തീരുമാനം. പക്ഷേ ബിഷപ്പ് പാംബ്ലാനിക്കെതിരെ ഉൾപ്പെടെയുള്ള നിലപാടുകളിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകാനും CPIM സംസ്ഥാന സെക്രട്ടറി തയ്യാറായിട്ടില്ല. അവസരവാദികൾ എന്ന് തന്നെ പറയും, പക്ഷെ ഇനി അങ്ങോട്ട് കടുപ്പിക്കേണ്ട എന്നൊരു നിലപാടിൽ കൂടിയാണ് CPIM ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.